ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം തന്നെയാണ് പ്രാർത്ഥന. നിശബ്ദമായിരിക്കുമ്പോഴാണ് മനസ്സുകൾ ഏകാഗ്രതമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ഏകാഗ്രതമാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും മൗന പ്രാർത്ഥനയോട് കൂടെ ഇന്നത്തെ അസംബ്ലി ആരംഭിക്കാം. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. Good morning. Progress is impossible without change, and those who cannot change their minds cannot change anything. George Bernard Shaw. സ്വയം മാറ്റങ്ങൾ വരുത്താതെ നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു തോട്ട് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മഞ്ജു വാര്യരുടെ സിനിമയായിട്ടുള്ള ഹൗ ഓൾഡ് ആർ യു, ആ സിനിമയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വന്നത്. എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ആ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് നിരുപമ രാജീവ്. ആ ഒരു കഥാപാത്രം നമ്മൾ ഇനീഷ്യലി കാണുന്നത് ഒരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ആ ഒരു കഥാപാത്രം. പക്ഷെ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരു കഥാപാത്രമല്ല ആ ഒരു സിനിമ അവസാനിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു സാധാരണ ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിന്ന് പ്രസിഡന്റ് ഗസ്റ്റായിട്ട് ക്ഷണിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ആൾക്ക് മാറാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധിച്ചത് ആള് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ്. ആളുടെ ഒരു ജീവിത ശൈലിയിൽ ആൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായി. അത് ആ ഒരു മാറ്റത്തോടെയാണ് ആൾക്ക് വലിയൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് സാധിച്ചത്. അതായത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ആ ഒരു സിനിമ തന്നെ എടുക്കുകയാണെങ്കിൽ ആ കഥാപാത്രം ഇപ്പൊ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ആൾ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ആൾക്ക് ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് ആയിട്ട് ആൾക്ക് എത്താനായിട്ട് സാധിക്കില്ലായിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനായിട്ട് സാധിക്കുള്ളൂ. ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഈ സ്റ്റേജുമ്മ നിൽക്കാനായിട്ട് ഒരുവിധം എല്ലാവർക്കും പേടിയാണ്, അല്ലേ? ഒരുവിധം എല്ലാവർക്കും പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ പേടി വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും വന്ന് നിൽക്കത്തില്ല, ശരിയല്ലേ? നമ്മുടെ ആ പേടി വെച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് നിൽക്കില്ല. പകരം നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് ഒന്നിവിടെ വന്ന് നിൽക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ചെയ്താൽ മതി, പിന്നെ നമുക്ക് അധികം പേടി ഉണ്ടാവില്ല. അടുത്ത തവണ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും. അങ്ങനെ കോൺഫിഡൻസ് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം മാറാൻ തയ്യാറാകണം. ഇത്രയാണ് എനിക്ക് ഈ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. Good morning all. Progress is impossible without change, and those who cannot change their minds cannot change anything. George Bernard Shaw. ഇതിൽ പറയണത് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ആവശ്യമായ ഒരു കാര്യമാണ്. മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ്. ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ,
നമ്മൾ സ്വയം നമ്മുടെ മൈൻഡിനെ മാറ്റാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഒരു തെറ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. ആ തെറ്റ് ആ തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മളത് ഉൾക്കൊണ്ട് നമ്മളത് മാറ്റാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്കൊരു ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ CBSE പഠിച്ച +2 വരെ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, ആര് ഫസ്റ്റ് ആവും എന്നുള്ളത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത് ഞാൻ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ശരി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിലാക്കി വെച്ച ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണുള്ളത്. അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ COVID-19 വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു മാസ്ക് യൂസ് ചെയ്യണം, സാനിറ്റൈസേഴ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം എന്ന് പറഞ്ഞു. അതേപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊക്കെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കി അതനുസരിച്ച് സ്വയം എല്ലാവരും അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് ചെയ്തപ്പോഴാണ് ഇത്ര വലിയൊരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലതിനായിട്ടുള്ള ചേഞ്ച് വേണം. നല്ലതിനായിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ അത് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, സ്വയം നമ്മളത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉയർച്ച, നല്ലൊരു പ്രോഗ്രസ് മാത്രമേ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഗുഡ് മോർണിംഗ് ഓൾ. ഷിഫ്റ്റിന് ലീവാണ്, അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എയർ പിടിച്ചിരിക്കുകയാണല്ലേ. എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച്. മാസ്ക് വെച്ചാൽ കാരണം കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ പുഞ്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സ്മൈലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ചില സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, എൻഡോർഫിൻസ്, കോർട്ടിസോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മുടെ ഫിയർ. ഇപ്പം എന്തെങ്കിലും നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എപ്പോഴും സ്മൈലിംഗ് നല്ലതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കണമെന്നില്ല. ഇപ്പം മാസ്ക് വെച്ച സമയത്ത് നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് ചിരിച്ചാൽ അത് കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വേണ്ടി ഒന്ന് ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുള്ളൂ. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റേജ് ഫിയറിങ് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ ജസ്റ്റ് ഒരു സ്മൈലിംഗ് ഫേസ് നമ്മളിവിടെ കൊടുക്കാന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്കും അതുപോലെ നമുക്കും ഒരു റിലാക്സേഷൻ ആവും. ഓക്കെ, സോ ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. ഇന്നത്തെ കോട്ട് ജോർജ് ബെർണാഡ് ഷോയുടെ കോട്ടാണ്. ആളൊരു പ്ലേ റൈറ്ററാണ്, പോയൊക്കെ എഴുതുന്ന ഒരാളാണ്. പിഗ്മാലിയോൺ എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ ആള് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞപ്പോൾ ആളാണ് എനിക്ക് ആക്ച്വലി ഇതിന്റെ സ്റ്റോറി പറഞ്ഞത്. എന്താ പറയാ, ഒരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് ആക്ച്വലി പ്ലേ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പെൺകുട്ടികൾ എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ഐഡിയൽ ഇങ്ങനെ ആവണമെന്നൊരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു ഫ്ലവർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ആവാൻ ശ്രമിക്കുന്നു. പക്ഷെ പിന്നീട് അവൾ തിരിച്ചറിയാണ് അവളുടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് അവൾ പൂർണ്ണയാവുന്നത്. അങ്ങനെ കുറച്ച് പഴയ വിക്ടോറിയൻ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പ്ലേ ആണത്. പിന്നെ ഇന്നത്തെ കോട്ട് എന്ന് പറയുന്നത്, പ്രോഗ്രസ് ഈസ് ഇംപോസിബിൾ വിതൗട്ട് ചേഞ്ച് ആൻഡ് ദോസ് ഹു കനോട്ട് ചേഞ്ച് their mind cannot change anything. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഞാൻ ചെറുപ്പം തൊട്ടേ എന്താ പറയുക, ഇപ്പോൾ ക്ലാസ്സിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ ദ ടോളസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഗേൾ അങ്ങനെയാണ് മിക്കപ്പോഴും വരാറ്. പക്ഷെ ടോളസ്റ്റ് എന്താ പറയുക, അലൗഡ് ആണ്, കുഴപ്പമില്ല, നല്ല പൊക്കമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓക്കെയാണ്. ബട്ട് ഒരു ബിഗ്ഗസ്റ്റ് ഗേൾ എന്ന് പറയുമ്പോൾ ഈവൻ ദ ഫാമിലി ആൻഡ് ദ സൊസൈറ്റി, ഫാമിലി മീൻസ് എൻ്റെ അപ്പനമ്മയൊന്നല്ല, ലൈക്ക് റിലേറ്റീവ്സ്, പിന്നെ സൊസൈറ്റി ആണെങ്കിലും ഇൻക്ലൂഡിങ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാനും ഇൻക്ലൂഡഡ് ആണല്ലോ. എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ട് ഇതേപോലെ ഒരു ഐഡിയൽ ഇതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പറയും. ഇപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ ചില പ്രോഗ്രാംസിനൊക്കെ ഇപ്പം എന്താ പറയുക, ഡാൻസിനൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇതുള്ള പെൺകുട്ടികളെ എടുത്താൽ മതി, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോളേജിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, എസ്പെഷ്യലി ഫ്രം വൺ ഓഫ് ദ ടീച്ചർ, ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പറയില്ലേ, നമ്മൾ ആരാവണം, ഒരു ടീച്ചർ എങ്ങനെ ആവണം എന്നല്ല, എങ്ങനെ ആവരുതെന്നാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്.
അപ്പോ ഒരിക്കലും ഇപ്പൊ അഞ്ജലി മിസ് ഈ ബോഡി ഷേമിങ്ങിന്റെ തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മിസ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മൾ സ്റ്റുഡൻസിനെ ബോഡി ഷെയിം ചെയ്യരുത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ വടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേദന എടുത്തു വരില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളായിരിക്കും ജീവിതാവസാനം വരെ ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോ ഒരിക്കലും ഇപ്പൊ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആവും, ഒരിക്കലും ബേസ്ഡ് ഓൺ ദിയർ കളർ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദിയർ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനിയിപ്പോ നിങ്ങളുടെ വായിൽ നിന്ന് എങ്ങാനും മനുഷ്യരാണ് എന്തെങ്കിലും ഒരു സെന്റൻസ് പോയി, അതിപ്പോ ടീച്ചറാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരാളാണെങ്കിലും ഒരു സ്റ്റുഡന്റിനോട് ജസ്റ്റ് സോറി പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ടീച്ചറിന്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇപ്പൊ എന്താ പറയാ, സ്റ്റുഡന്റ് ടീച്ചറിന് ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടീച്ചർ സോറി പറഞ്ഞാൽ ചിലപ്പോൾ ആ ടീച്ചറിന്റെ ലെവൽ ഇവിടേക്ക് വരാം. മനസ്സിലായി? അപ്പോ എല്ലാവരും മനുഷ്യരാണ്, തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തിരുത്താൻ ശ്രമിക്കുന്നതിലാണ് കഴിവ്. അപ്പോ ഇത് പറഞ്ഞു തരാൻ കാരണം, ഞാൻ അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നു. എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു നെറ്റ് കോച്ചിങ്ങിന്റെ. അപ്പോൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ കുറച്ചും കൂടി വെയിറ്റ് പുട്ട് ഓൺ ചെയ്തു. പക്ഷെ എന്തോ ഒരു സുപ്രഭാതത്തിൽ ലൈക്ക് the entire world was telling me to reduce my weight, but ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി എന്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടാ, ഞാനിതൊരു ചലഞ്ചായിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ, എനിക്ക് എന്തുകൊണ്ട് എന്നെ മനസ്സിനെ മാറ്റിക്കൂടാ. അങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു 6 months കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ് ഞാനൊരു ഇച്ചിരി ഇപ്പം ഈ കാണുന്ന കോളത്തിലായത്. ഇപ്പൊ ജിജി എവിടെയെന്നൊന്നും അറിയില്ല, ജിജി എന്നെ മുന്നേ കാണുന്നുണ്ട്. ലൈക്ക് ഷീ വാസ് മൈ ഫ്രണ്ട് ഫ്രം ലൈക്ക് സിൻസ് ഫ്രം 8 years. സോ അവൾക്ക് തന്നെ അറിയാം. സോ അവളൊക്കെ ഞെട്ടിപ്പോയി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മേബിൾ നീ ഭയങ്കരമായിട്ട് മാറിയല്ലോ. സോ ഈ പ്രാവശ്യം മൈൻഡ് സെറ്റ് ചെയ്തു. ലൈക്ക് മൈ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് ഒരു കാര്യമാണ്. ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് പ്രോഗ്രസ് ഉണ്ടായത്, എനിക്ക് കോൺഫിഡൻസ് ലെവൽ കൂടിയത്, അല്ലെങ്കിൽ എനിക്ക് പ്രൗഡായി ഫീൽ ചെയ്ത് നിങ്ങളോട് പറയാനായിട്ട് എനിക്കൊരു കാര്യം ഉണ്ടായത്. അപ്പൊ അതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. പിന്നെ ഈ മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, 2 ഫിക്സഡ് മൈൻഡ് സെറ്റ്. പൊതുവേ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ് കണ്ടുവരാം. അതായത് ഇപ്പൊ പറയാ എൻ്റെ എബിലിറ്റീസ് ഒക്കെ ഇത്രയേ ഉള്ളൂ, ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ എന്താ പറയാ, എൻ്റെ എബിലിറ്റീസ് അത്രേ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഫെയിലിയർ ഫേസ് ചെയ്തത്. അങ്ങനെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവാം. പക്ഷെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആള് failures are the stepping stones, അല്ലെങ്കിൽ they are the opportunity to grow എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ബൈജു സാറ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് തുടക്കത്തിൽ കുറെ ക്ലാസ്സുകൾ ബൈജു സാറിന്റെ ആണെങ്കിൽ സുരേഷ് സാറിന്റെ ആണ് ഏറ്റവും കൂടുതൽ, അവരായിട്ടാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് കോമൺലി. സോ ബൈജു സാറ് പറഞ്ഞു, സാറിന് ആദ്യം ഈ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാറിന് സാധിച്ചില്ല. പിന്നെ സാറ് എന്താ പറയാ, പുതിയ കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ പുതിയ കാര്യം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആളുടെ മൈൻഡ് സെറ്റാക്കി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആക്കിയതുകൊണ്ടാണ് സാറിപ്പോ എത്രയും വളർന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് സാറ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സാറിന് പഠിക്കുന്ന സമയത്ത് കുറെ ടീച്ചേഴ്സ് ഒക്കെ സാറിനെ അവഗണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആലോചിച്ചു, സാറിനെ ക്ലാസ്സിന് പുറത്താക്കി സാർ ലൈബ്രറിയിൽ പോയി പഠിച്ച് അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണ് സാറിന് പ്രിൻസിപ്പളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലെ. അപ്പോ ഏതൊരു വ്യക്തി, ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിനെ എടുത്താലും അവരുടെ ലൈഫിൽ ഇങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് സാധിക്കും. പക്ഷെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, എന്റെ കയ്യിൽ ഇത്ര കഴിവുകളുള്ളൂ അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞാൽ തന്നെ അത് പേഴ്സണൽ ആയിട്ട് എടുത്ത് നമ്മുടെ വളർച്ചയെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എനിക്കിത്രേ പറയാനുള്ളൂ, നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് ആണോ അതോ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ, അത് നിങ്ങൾക്ക് വിട്ടുതരാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അംബികാസുധൻ മാങ്ങാട് സാറിന്റെ എൺപകജ എന്ന് പറഞ്ഞ നോവലാണ്. അപ്പം അംബികാസുധൻ മാങ്ങാട് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നെഹ്റു കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പം എൻ്റെ മലയാള അധ്യാപകനായിരുന്നു. അപ്പോൾ സാർ തന്നെയാണ് സാറിൻ്റെ നോവൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ ക്ലാസ്സിൽ.
അപ്പം എൻമകജയന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ മൂലം ഉണ്ടായ ദുരിതങ്ങളെ കുറിച്ച് പറയുന്ന ഒരു നോവലാണ്. നോവൽ എന്ന് പറഞ്ഞാൽ ആസ്വാദിച്ച് വായിക്കുക എന്നതിന് ഉപരി അവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും അവർക്കുണ്ടായ ദുരിതങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സാർ ആ നോവലിലൂടെ. പിന്നെ എൻഡോസൾഫാൻ പ്രശ്നം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ 1976 എൻഡോസൾഫാന്റെ യൂസ് സ്റ്റാർട്ട് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ 15 വില്ലേജ് ഉൾപ്പെടുന്ന 4500 ഹെക്ടേഴ്സ് അത്രയും സ്ഥലത്താണ് എൻഡോസൾഫാൻ അവർ യൂസ് ചെയ്തത്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എണ്ണം കുറക്കാൻ, ലാഭം കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ ജനങ്ങൾക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ അനുഭവിച്ചത് എത്രയോ ആൾക്കാരാണ്, ഒരു 25,000 അടുത്ത് ആൾക്കാരാണ് അതിന്റെ കഷ്ടതകൾ അനുഭവിച്ചത്. പിന്നെ എന്നിട്ട് 22 വർഷത്തോളം അത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തു. അതിനുശേഷം 2005 കേരള ഗവൺമെന്റ് അത് ബാൻ ചെയ്തത്. പിന്നെ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രധാന കഥാപാത്രം നീലകണ്ഠനും ദേവയാനിയും. ഇവര് പറഞ്ഞാൽ ഒരു നഗരത്തിൽ താമസിക്കുന്ന 2 ആൾക്കാരാണ്. അവർക്ക് നഗരത്തിന്റെ ഒരു മോശപ്പെട്ട മുഖം, സ്വാർത്ഥമായ ഒരു ക്രൂരമായുള്ള മുഖമൊക്കെ മടുത്ത് വേണ്ട, ഈ നഗരത്തിൽ മനുഷ്യന്മാരോട് തന്നെ അവർക്ക് ഇഷ്ടമില്ല. അവരെ മടുത്തിട്ട് വേണ്ട, ഇവിടെ ജീവിക്കേണ്ട, നമുക്ക് മനുഷ്യന്മാരില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജീവിക്കാം, അതും സ്ത്രീയും പുരുഷനുമായി ജീവിക്കാം. അതും ഒരു പേരിൽ പോലും ഇവർ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വെറും ഒരു സ്ത്രീയും പുരുഷനായിട്ട്, അതും ഒരു ഭർത്താവ് ഭാര്യ ആ ഒരു ബന്ധമല്ല, ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത് രണ്ടാളും പരസ്പരം ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെ ജീവിക്കാന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പം എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടെങ്കിലും മനുഷ്യന്മാർ വേണ്ട, മനുഷ്യന്മാരില്ലാതെ നമുക്ക് ജീവിക്കാം എന്ന രീതിയിൽ, ഒതുങ്ങി എവിടെയെങ്കിലും ജീവിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അത് ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡത്തെ എൻമകജെ സ്വർഗ 2 അടുത്തുള്ള സ്ഥലം. അപ്പൊ സ്വർഗയിൽ ജീവിക്കാമെന്ന് ഇവർ പോകുന്നത്. സ്വർഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നോവൽ കാണുമ്പം ശരിയാണ്, വളരെ മനോഹരമായ സ്ഥലം. കാരണം കുറെ കുന്നുകള്, കാട്, പുഴ, അങ്ങനെ ഭയങ്കരമായിട്ട് സാറിനെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുമുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്, ഒരു ഫുള്ള് കാട്, അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലം. അപ്പം സ്വർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വർഗമായി തന്നെ ആദ്യം നമുക്ക് ചിത്രീകരിച്ചു തരും. പിന്നെ ഈ കഥ ഇങ്ങനെ പോകുമ്പോൾ ഇവർ മാക്സിമം മനുഷ്യന്മാരിൽ നിന്നും മാറിയാണ് താമസിക്കുന്നത്. പക്ഷെ അരി സാധനം വാങ്ങണം, അങ്ങനെയുള്ള രീതിയിൽ ഇവർ കുറച്ച് മനുഷ്യന്മാരുടെ ഇടപെടുന്നു. പിന്നെ ഇവർ എപ്പോഴോ ആളത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങും. എൻഡോസൾഫാൻ ദുരിത ബാധിതരെ കാണും. കാരണം അടുത്ത കുട്ടികൾ കാണുമ്പം ആ നോവലിൽ തന്നെ സാറ് എഴുതിയിട്ടുണ്ട് കുട്ടികളെ കുറിച്ച്. അതൊന്നും ഇമാജിനായിട്ട് എഴുതിയല്ല, ആടെ സാറ് കണ്ട കാര്യങ്ങളാണ്. സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി കുറെ പ്രവർത്തിച്ച ആളാണ്. ഞാനിപ്പം ആ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സാഹിത്യ വേദി പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ സാറായിരുന്നു അതിന്റെ ഹെഡ്. അപ്പൊ സാറ് അവര് പൈസ എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം 2005 നിർത്തിയെങ്കിലും ഇപ്പോഴും പാരമ്പര്യമായിട്ട് ഇവരിങ്ങനെ കൈമാറി ആ രോഗങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അടുത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ പറയുന്നത് എന്നാ, നാക്ക് ഇങ്ങനെ വായിന്റെ ഉള്ളിൽ വെക്കാനാവില്ല, കാരണം നീളമുള്ള നാക്ക, എപ്പം നാക്ക് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതൊക്കെ സാറ് നേരത്തെ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാറ് പറയുമ്പോൾ നമുക്ക് അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സാഹിത്യവേദിന്റെ അവർ കുറച്ച് ആൾക്കാർ പോയി ആടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി. പിന്നെ എന്തായിരുന്നു, പിന്നെ ഈ തലവലുത്, ദേഹം ചെറുതായിരിക്കും, തലവലുത്. അപ്പൊ അവർക്ക് എഴുന്നേക്കാനോ ഒന്നും അറിയാനോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ പാരമ്പര്യം ഇങ്ങനെ കൈമാറി വരുന്ന ആളുകളാണ്. പക്ഷെ ഇവര് ഈ നാട്ടുകാരെ എങ്ങനെയാ വിചാരിച്ചേ, അടുത്തവര് പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കരായ നാട്ടുകാരാണ്. അപ്പൊ അവര് വിചാരിച്ചത് അവിടെ ഒരു ജഡായി മല എന്ന് പറഞ്ഞൊരു മലയും, അപ്പൊ അതിന്റെ ശാപം കിട്ടിയതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെയെന്ന് ധരിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു അവിടെ. കുറെ രാഷ്ട്രീയക്കാരും അവരെ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ എൻഡോസൾഫാൻ യൂസ് ചെയ്തതല്ലോ. അപ്പൊ ഇവർക്ക് അത് മനസ്സിലായിട്ട് പോലില്ല എന്തുകൊണ്ടാണ്. പിന്നെ ഈ കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഉള്ള പക്ഷി, ആടെ ആ പക്ഷിയില്ല. അങ്ങനെ കുറെ ജീവികൾ, അതായത് നമ്മൾ എല്ലായിടത്തും കാണുന്ന ജീവികൾ ആ സ്ഥലത്ത് ഏടിയില്ല. അപ്പൊ ഈ എൻഡോസൾഫാൻ യൂസ് ചെയ്തത് പിന്നെയാണ് ഇവരിങ്ങനെ തിരിച്ചറിയുന്നതും. അപ്പൊ ഈ നോവലും സാറിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ അവസാനം ഒരു നല്ലൊരു സന്തോഷം തരുന്ന നോവലൊന്നുമല്ല, ഫുള്ള് പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ഈ നീലകണ്ഠനും ദേവയാനിയും ഇവരിങ്ങനെ മാറി നിന്നെടുത്തുനിന്ന് പിന്നെയും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ പിന്നെയും ഇടപെടാൻ പോകുന്നതാണ്. എന്നിട്ട് ഇവർക്കൊന്നും ഒരു നല്ല അവസാനത്തിലെത്തിക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയക്കാരെ കുറെ പ്രശ്നങ്ങളും പിന്നെയും ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ്. അപ്പൊ അവസാനം ഇവർ ചെയ്യുന്നത് ഒരു ഗുഹയിലേക്ക് 2 ആൾക്കാരും, അതായത് ഇട്ട ഡ്രസ്സ് ഊരിയിട്ടിട്ട് ഇവര് ഊരിപ്പോ, അതായത് മനുഷ്യനില്ല അവരെ കുറെ സ്വാർത്ഥ ചിന്തകളോ അതെല്ലാം ഉണ്ട്, അതെല്ലാം ഉപേക്ഷിച്ച് ഇവര് ഗുഹയിലേക്ക് പോകുന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്.